മീരെ മീരെ ഒന്നിങ്ങ് വന്നേ. എന്താ എന്തിനാ കിടന്ന് വിളിച്ചു പോന്നേ? അടുക്കള പണി ചെയ്യാനും സമയക്കില്ലേ? എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു. നീ ആ പാത്രം അങ്ങ് വെച്ച് തന്നെ. ഓ തള്ളക്ക് 7 നേരം തിന്നലും ദൂരല് മാത്രമേ ഉള്ളൂ. ഇതിന് മാത്രം തിന്നും കുടിക്കൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എവിടെന്നത്? അതും ഇതും പറഞ്ഞിരിക്കാതെ ആ പാത്രം ഒന്ന് വെച്ചതാ. ഞാനവിടെ പച്ചക്കറി അറിഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മൂത്രത്തിലെ പാത്രം എടുക്കാൻ തന്നെ എനിക്ക് അറപ്പാ. അതെടുത്ത് വെച്ചാൽ തന്നെ പിന്നെ കൈ 4 പ്രാവശ്യം കഴുകണം. ഇപ്പൊ എന്നെ കൊണ്ട് പറ്റില്ല. എടി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഒന്ന് വെച്ചതാ. എടിയോ കൊള്ളാലോ, കിടപ്പിലാണ്, ഒരു കഴിവുമില്ല. എന്നാലും അഹങ്കാരത്തിനൊരു കുറവുമില്ലോ. നിങ്ങളുടെ വായിൽ എന്താ തള്ള വരുന്നത്? മേനകോട്ട സാധനം. അതേ, മകളും മകനും ഒക്കെ ഉണ്ട്, ആരും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. മരുമകളായി ഞാൻ മാത്രമേ എന്തെങ്കിലും ഒരു സഹായത്തിനുള്ളൂ. അപ്പൊ എന്നോട് ദേഷ്യപ്പെടുന്നല്ലേ? കൊള്ളാം. ഞാൻ ഇത് ചെയ്തു തരാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്നില്ല. വേണേ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചെയ്തു തരാം. അതുവരെ നിങ്ങൾ പിടിച്ചു വെക്ക്. മൂത്രം പിടിച്ചു എന്ന് വെച്ചിട്ട് ഒന്നും പറ്റാൻ പാടില്ല. അല്ലേ ഒന്നുമില്ല, തളർന്ന് കിടക്കുക. എന്നാലും തളയ്ക്ക് അഹങ്കാരം ചില്ലറയൊന്നുമില്ല. അങ്ങനെ ഓട്ടത് ഞാൻ അവള് വരെ ഞാൻ അറിയാതെ ദേഷ്യപ്പെട്ടു. ഇവിടെ എന്തൊരു സ്മെല്ല്? തള നിങ്ങൾ മൂത്രം ഒഴിച്ചാ? എനിക്ക് പിടിച്ചു വെക്കാൻ പറ്റിയില്ല, അറിയാണ്ട് പോയതാ. ഞാൻ പറഞ്ഞല്ലേ ആ പാത്രം ഒന്ന് വെച്ച് തരാൻ. ഓ, അലക്കി വിരിച്ചിട്ടും ബെഡ്ഷീറ്റിൽ കയറി മൂത്രമൊഴിച്ചത് പോരാ തള്ള കിടന്ന് പ്രസംഗിക്കുന്നത്. ഇപ്പൊ ഞാനല്ല കുറ്റക്കാരി. കൊള്ളാല് നിങ്ങള്. ഇതിലൊക്കെ എന്തോരം കഷ്ടപ്പാടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് പിന്നെ സുഖമല്ലേ? കറക്റ്റ് സമയത്തിന് ഭക്ഷണം, മരുന്ന് എല്ലാം നോക്കാൻ ഇവിടെ ഒരു വേലക്കാരിയെ പോലെ മരുമകളുണ്ടല്ലോ. പിന്നെ സുഖമല്ലേ? എങ്ങനെ ഞാൻ കിടക്കുന്ന എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടെന്നാണോ നീ വിചാരിച്ചേ? നിന്റെ ഈ പ്രാക്കും വഴക്കവും ഒക്കെ ഇട്ട് കിടക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കേണ്ട നല്ലത്. പക്ഷെ സ്വന്തമായിട്ട് മരിക്കാൻ പോലുള്ള കഴിവില്ലല്ലോ എനിക്കിപ്പോ. നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല മോളെ. മോളോ? എന്തുവാ നിങ്ങളുടെ വായിന്നൊക്കെ വരുന്നേ? കുറച്ചു നേരത്തുമ്പോ നിങ്ങളുടെ വായിൽ ഇതൊന്നും അല്ലല്ലോ വന്നേ. എടീന്നങ്ങനെ എന്തോ അല്ലേ? ഏതേ ഇപ്പത്തെ കാര്യം പോട്ടെ. കുറച്ചു നാൾ മുമ്പ് വരെ നിങ്ങൾ ആയ കാലത്ത് ഈ മോക്ക് പകരം അതിന്റെ മുൻപിൽ പലതും കൂട്ടിയല്ലോ നിങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നേ. ഓർമ്മയുണ്ടോ? ഞാനതൊന്നും മറന്നിട്ടില്ല. നിങ്ങൾ കാണിച്ചത്ര ഞാൻ തിരിച്ച് ഇതുവരെ ചെയ്തിട്ടില്ല. നിങ്ങൾ വലിയ വർത്താനം പറയാൻ വരണ്ട. മോറം കൊടു. മോശം പിടിക്കോട്ടെ. ഒന്നിരിക്കട്ടെ, എത്ര നേരത്തെ പണിയാ. സമയം എത്ര? ഈശ്വര, 3 മണിയായല്ലോ. ഇതുവരെ ഒന്നും അവള് കഴിക്കാൻ തന്നിട്ടില്ല. അവളെന്തേലും ഒന്ന് കഴിക്കാൻ തന്നെങ്കിൽ വിശന്നിട്ട് പാടില്ല. മീരെ മീരെ എന്തെങ്കിലും ഒന്ന് കഴിക്കാതായോ? എനിക്ക് വിശന്നിട്ട് വയ്യ. എത്ര നേരമായി? തള്ള സമയത്തിന് കഴിച്ചില്ല അങ്ങോട്ട് ചത്തുപോകുമല്ലോ. മനുഷ്യനെ പ്രാന്ത് പിടിക്കാൻ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇരുന്നോളൂ. നാശം. മോളെ 3 മണിയായി മോളെ. രാവിലെ നേരത്തെ ഇച്ചിരി കഞ്ഞി കുടിച്ചതാ. വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഇത്തിരി കഴിക്കാൻ തരുമോ? അതെ, നിങ്ങളവിടെ വെറുതെ കിടക്കുകയല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ വിശക്കാൻ മാത്രം എന്തുവാ? വെറുതെ കിടക്കണമെന്ന് ഇത്ര വിശക്കുവോ? മനുഷ്യരുടെ 100 കൂട്ടം പണിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊന്ന് വന്ന് ഇരുന്നോളൂ. അപ്പൊക്ക് അടുത്ത പണിയും കൊണ്ട് വന്നേക്കുന്നു അല്ലേ? നിങ്ങൾക്കെന്നാ തന്നെ എടുത്ത് കഴിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വാരിത്തക്കാരല്ലേ ഇറങ്ങത്തുള്ളൂ. നിങ്ങൾക്ക് വാരി തന്നാൽ എനിക്ക് ഛർദ്ദിക്കാൻ വരും, പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ട് വേണേ കൊണ്ടത്തരാം. പിന്നെ അത് എനിക്ക് പറ്റുമ്പോ. ഇത്ര ശല്യമാണ് ഇതിനെ കൊണ്ട്. അമ്മ ഉറങ്ങാണോ? ആ മോളെ, നീയോ? എത്ര ദിവസമായിട്ട് നീ ഈ വഴിക്കൊക്കെ വന്നിട്ട്? ഇവിടെ 6 കിലോമീറ്റർ അല്ലേ ഉള്ളൂ നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക്. ഒരു 3-4 ദിവസം കൂടുമ്പോഴെങ്കിലും അമ്മയെ കാണാൻ നിനക്കൊന്ന് വന്നൂടെ? അമ്മയ്ക്ക് തോന്നുന്നുണ്ടാവും ഞാൻ എന്ത് മകളാണ്, അമ്മയെ ഒന്ന് കാണാൻ പോലും വരുന്നില്ലല്ലോ എന്ന്. എൻ്റെ അമ്മ, ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഒന്നും കാര്യം നടക്കില്ല. അവിടെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ഇപ്പൊ കിച്ചൂട്ടന്റെ കാര്യം തന്നെ വെക്കാം. അവനെ രാവിലെ ഉറങ്ങി എഴുന്നേൽപ്പിച്ച് അവനെ സ്കൂളിൽ വിടുന്ന തന്നെ ഒരു യുദ്ധമാ. എന്തോരം കഷ്ടപ്പാടാന്നറിയോ? പിന്നെ ഏട്ടനാണെങ്കിലും ഞാനില്ലേ ഒന്നും ശരിയാവില്ല. എടി വാച്ച് എവിടെ, എടി പേന എവിടെ, ഷർട്ട് എവിടെ, തേങ്ങ എവിടെ, മാങ്ങ എവിടെ എന്ന് വെച്ചിട്ട് ഞാൻ തന്നെ പുറകെ കിടക്കണം. ഏട്ടനാണെങ്കിലും ഞാനില്ലാണ്ട് പറ്റൂല അമ്മ. പിന്നെ ഞാൻ എങ്ങനെയാ അമ്മ ഇവിടെ വന്ന് അമ്മേനെ നോക്കാൻ നിൽക്കണത്? പിന്നെ അമ്മയെ നോക്കാൻ ചേച്ചി ഇവിടെ ഉണ്ടല്ലോ. അവളുടെ കാര്യമൊന്നും പറയാത്ത നല്ല മോളെ. വിശന്ന് കഴിഞ്ഞ് എനിക്ക് അവള് ഒന്നും ഭക്ഷണം ഒന്നും തരുന്നില്ല. ഞാൻ 100 വട്ടം ചോദിച്ചിട്ട് ഇന്ന് വൈകുന്നേരം ഇച്ചിരി ചോറ് തന്നു.
അവളെന്നെ നോക്കുന്നില്ല മോളെ. അവള് മൂത്രമൊഴിക്കാൻ മുട്ടിയ പാത്രം ഒന്ന് വെച്ചരാൻ പോലും അവള് നിക്കുന്നില്ല. ഞാൻ എന്തോര് പറഞ്ഞെന്നറിയോ, ഞാൻ കിടക്കെ മുള്ളിപ്പോയി അറിയണ്ട. അത് കഴിഞ്ഞ് അവളെന്നെ 100 ചീത്തയും പ്രാക്കും. എനിക്ക് വയ്യ, മടുത്ത്. ഇനിയെങ്കിലും ഒന്ന് ദേവേനെ വിളിച്ചാൽ മതിയായിരുന്നു. എൻ്റെ അമ്മ ഇതൊക്കെ ഒരു കുറ്റമായിട്ട് പറയുന്ന കാര്യമാണോ അമ്മ? എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ അമ്മയ്ക്ക് ഈ കിടപ്പിൽ വേറെ എന്തെങ്കിലും കുറവുണ്ടോ? ചേട്ടൻ എവിടെയുണ്ട്? ചേട്ടൻ രാവിലെ എണീറ്റ് ജോലിക്കെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. വൈകുന്നേരം കയറി വരുന്നത്. ചേട്ടൻ ഇനിയിപ്പോൾ വന്നാൽ തന്നെ അമ്മ എന്തെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ആ ചേച്ചി എന്നെയല്ലേ അമ്മ നോക്കുന്നത്? ഒരു മരുമോളായിട്ട് ഇത്രയെങ്കിലും അമ്മനെ നോക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അപ്പോഴും അമ്മയുടെ ഈ കുറ്റം പറച്ചില്. മക്കളായി എനിക്കോ ചേട്ടനോ അമ്മയെ നോക്കാൻ പറ്റത്തില്ല. മരുമകളായ ചേച്ചി ഇത്രയെങ്കിലും നോക്കുമ്പോ ആ ചേച്ചിയെ കുറ്റം പറയുന്നത് മോശമല്ലേ അമ്മേ? ഞാൻ അനുഭവിക്കുന്നത് എനിക്കല്ലേ അറിയൂ. ഓ, സംസാരിച്ചിരിക്കാൻ എനിക്കും നേരമില്ലമ്മേ. ഞാൻ ഇറങ്ങുക. അത് ഞാൻ ഇച്ചിരി മുന്തിരി ആപ്പിളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ആ മേശപ്പുറത്ത് ഇരിപ്പുണ്ട് കേട്ടോ. അമ്മ എടുത്ത് കഴിക്കേട്ടാ. ഞാൻ ഇറങ്ങട്ടെ. നീ ഇപ്പൊ വന്നല്ലേ ഉള്ളു മോളെ, നാളെ പോവാം. അമ്മയ്ക്ക് സംസാരിച്ച് കൊതി തീർന്നില്ല. നീ വരുമ്പോഴൊരിത്തിരി ഞാൻ ആരോടെങ്കിലും ഒന്ന് വർത്താനം പറയണം. അമ്മയൊന്നും മിണ്ടാതിരുന്നേ. ഞാൻ ചെന്നില്ലേ വീട്ടിൽ ഒരു കാര്യവും നടക്കില്ല. ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടെ ഇറങ്ങട്ടെട്ടാ. അമ്മ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കേട്ടാ. മക്കളും കൊള്ളാം, മരുമക്കളും കൊള്ളാം. ചേച്ചി അടുക്കള പണിയിലാണോ? ചേട്ടൻ വരാറായില്ലേ? ഇപ്പൊ എത്തോടി? നീ ഇറങ്ങുവാണോ? ഞാനോർത്ത് ഇത്രയും വൈകി വന്ന സ്ഥിതിക്ക് ഇന്ന് പോയില്ലാന്ന്. അയ്യോ, ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല ചേച്ചി. ഞാൻ ചെന്നിട്ട് വേണം ഇനിയിപ്പൊ കിച്ചൂട്ടിനെ പഠിപ്പിക്കാൻ. കിച്ചൂട്ടിന് അതിന് UKG-യിലല്ലടി പഠിക്കണേ. അതിന് മാത്രമൊക്കെ പഠിക്കാനുണ്ടോ? അത് പിന്നെ പണ്ടത്തെ UKG പോലൊന്നും അല്ലേ ചേച്ചി. ഇപ്പൊ ഒത്തിരി പഠിക്കാനുണ്ട്. എന്നാലും നീ 2 ദിവസം ഇവിടെ നിൽക്കുമായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് സമാധാനമായിരുന്നു. എന്നുവെച്ചാൽ അമ്മയെ ഞാൻ നോക്കി നോക്കി മടുത്ത്. ആരെങ്കിലും ഒരാളൊന്ന് കൈമാറാനുണ്ടെങ്കിൽ ഒരു വലിയ ഉപകാരമായിരുന്നു. ചേച്ചി വിഷമിക്കാതിരിക്കേ, എല്ലാം ശരിയാവും. പിന്നെ അമ്മയ്ക്ക് സമയത്തിന് ഭക്ഷണം കൊടുക്കണേ, വിശന്ന് കിടക്കട്ടെന്നൊക്കെ പറയണ്ടായിരുന്നു. പിന്നെ എന്തോ മൂത്രമൊഴിച്ച് പോയെന്നോ എന്താണ്ടൊക്കെ പറയണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി മയത്തിലൊക്കെ ഒന്ന് സംസാരിക്കേച്ചി. പാവം വയ്യാണ്ട് കിടക്കണല്ലേ, അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. ആഹാ, വന്നപ്പോഴേക്കും മകളുടെ അടുത്ത് അമ്മ പരാതിയൊക്കെ പറഞ്ഞല്ലേ? കൊള്ളാലോ. അമ്മ പറയുന്ന കേട്ടപ്പോ നിനക്കും തോന്നില്ലേ ഞാനൊരു മനസാക്ഷി ഇല്ലാത്തവളത്? ഞാനിങ്ങനെ ആയതാ. ആയ കാലത്ത് കല്യാണം കഴിഞ്ഞ് വന്ന നാളിൽ അമ്മ എന്നെ ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട്. കാണാൻ കൊള്ളില്ലെന്നും സ്ത്രീധനം കുറഞ്ഞു പോയെന്നും എൻ്റെ മകൻ ഇതിലും നല്ല പെണ്ണിനെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് എന്നെ എന്തോ ഒരു വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. ഒരു ദിവസമെങ്കിലും എന്നെ മരുമകളായിട്ടല്ലാണ്ട് മകളായിട്ട് കണ്ടിരുന്നെങ്കിൽ, എങ്ങനെ എന്നൊന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും അല്ല പൊന്നു പോലെ നോക്കിയാൽ അമ്മേനെ. പക്ഷെ എന്നെ അമ്മ അത്രയും വേദനിപ്പിച്ചിട്ടുണ്ട്. PG വരെ പഠിച്ച ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഞാൻ ജോലിക്ക് പോയിക്കോട്ടെ? ചേട്ടനോട് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു പോണോ പോണ്ടയോ അമ്മയോട് ചോദിക്കുന്നൊക്കെ പറഞ്ഞങ്ങ് ഒഴിവായി. അമ്മയോട് വെച്ചപ്പോൾ അമ്മ വേണ്ട, കർക്കശമായിട്ട് പറഞ്ഞു, നാണക്കേടാണ്, ഇവിടെ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല, ഈ വീട്ടിലെ പണികളൊക്കെ ആര് ചെയ്യുമെന്ന്. 10 വയസ്സെങ്കിൽ വല്ലവരുടെയും ഇറക്കേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ, അത് വരാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ജോലിക്ക് പോട്ടെ എന്ന് ചോദിച്ചു. അതിന് അമ്മ വേണ്ടെന്ന് പറഞ്ഞു. നിസ്സാര കാര്യത്തിന് എന്തോ ഒരു ദിവസം ഞാൻ എന്തോ പാത്രമോ എന്തോ എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടി എൻ്റെ അമ്മ എന്നെ ഒരു ദിവസം പട്ടിണിക്കിട്ടുണ്ട്. അറിയോ? എൻ്റെ വീട്ടിൽ പോകാൻ സമ്മതിച്ചിട്ടില്ല. സ്ത്രീധനത്തിന്റെ ബാക്കി പൈസ തരാത്തോണ്ട് അച്ഛനെ വിളിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ട്. പാവം എൻ്റെ ജീവിതത്തെ പ്രതി അത് കേട്ടോണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അമ്മയ്ക്ക് ആയ കാലത്ത് പറ്റാവുന്ന അത്ര ദ്രോഹം മൊത്തം എന്നോട് ചെയ്തിട്ടുണ്ട്. ആയ കാലത്ത് വാതോരാതെ ചീത്തയും പ്രാഗിയും കൊണ്ട് നടന്നിട്ട് വയ്യാതായി കഴിയുമ്പോൾ നോക്കണം എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാ? എനിക്ക് എങ്ങനെ അമ്മയെ നോക്കാൻ പറ്റും? അത്രയ്ക്ക് അമ്മ എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതൊന്നും നോക്കണ്ട, ഇത്രയെങ്കിലും എന്നെ കൊണ്ട് പറ്റുകയും ചെയ്യുന്നത്. ഇപ്പൊ ആര് പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നോക്കിക്കോ, ആരാന്ന് വെച്ചാ എവിടെയാന്ന് വെച്ചാ കൊണ്ട് നോക്കിക്കോ. എനിക്ക് ഇത്രയൊക്കെ പറ്റൂ. ചേച്ചി വിഷമിക്കാതിരിക്കേ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അമ്മ പണ്ട് ചെയ്തു വെച്ചതിനൊക്കെ തന്നെയാ അമ്മ ഇപ്പം അനുഭവിക്കണത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നരയിച്ച് കിടക്കണത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ ചേച്ചി. ചേച്ചി വിഷമിക്കണ്ട. ഞാൻ എന്നാ പോട്ടേട്ടം, പിന്നെ ഒരു ദിവസം വരാം. മീരേ, മീരേ, മൂത്രം ഒഴിക്കണം.
ഒന്ന് വാ. ആ വരൂ അമ്മേ. टूटी बाजू बंद